കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നതും നന്നായി പൂക്കൾ തരുന്നതുമായ കുറച്ച് പ്ലാന്റ്സുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും ലീഫി പ്ലാന്റ്സ് ആയാലും അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയാലും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ചെടികൾ തന്നെയാണ്. ഒരുപാട് പുതിയ വെറൈറ്റി പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. 50 രൂപ മുതലാണ് ഇവയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 രൂപയോ അതിനു താഴെയുള്ള പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം 3 പ്ലാന്റെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായി ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് പിങ്ക് ബോട്ടിൽ ബ്രഷാണ്. നിങ്ങൾ ആരും തന്നെ കാണാൻ സാധ്യതയില്ലാത്തൊരു പ്ലാന്റ് കൂടെയാണിത്. സാധാരണ ബോട്ടിൽ ബ്രഷൊക്കെ താഴേക്ക് തൂങ്ങിക്കൊണ്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഈ ഒരു പിങ്ക് ബോട്ടിൽ ബ്രഷ് ഒരു ലൈറ്റ് പിങ്കാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ അറ്റത്താണ് പൂക്കൾ ഉണ്ടാകുന്നത്. ചെറിയ പൂക്കളായിരിക്കും, മറ്റേതിൻ്റെ അത്ര നീളം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് പൊട്ടറ്റോ ബുഷാണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റി അല്ല കേട്ടോ, ഇതൊരു ശ്രബാണ്. നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. പിന്നെ നേരിയ തണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ക്രീപ്പർ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് ഒരു ഡ്രൈ ഫ്ലവർ ഒക്കെ പോലെ തോന്നുന്ന ഫ്ലെമിഞ്ചിയ പ്ലാന്റ് ആണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം. പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഗ്രീൻ ഷെയ്ഡിലും പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറി ശരിക്കും ഒരു ഡ്രൈ ഫ്ലവർ പോലെയൊക്കെ തോന്നിക്കാറുണ്ട്. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഒരു കുറ്റിച്ചെടിയാണ്, നമുക്ക് നിലത്തും അതുപോലെ പോട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഗോൾഡൻ ഏഞ്ചൽ ട്രംപറ്റാണ്. ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്നത് ചൈനീസ് ഐബലാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡിൽ പൂക്കൾ ഇതുപോലെ തൂങ്ങിക്കിടന്ന് മഴത്തുള്ളികൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പൂക്കളുണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിനെ നമുക്ക് പോട്ടിലായാലും നിലത്തായാലും അനായാസം വളർത്താം. മാത്രമല്ല ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതായിട്ട് നൈറ്റ് ക്യൂനാണ് കേട്ടോ. രാത്രിയിൽ ഇതുപോലെ പൂക്കൾ വിടർത്തി നല്ല സുഗന്ധമുള്ള പൂക്കൾ വിടർത്തി നമ്മളേവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന നൈറ്റ് ക്യൂവിൻ്റെ പ്ലാന്റുകൾക്ക് വെറും 50 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. ബ്രഹ്മകമൽ, നിശാഗന്ധി എന്നീ പേരുകളിലെല്ലാം ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു. ഈ സൈസിലുള്ള പ്ലാന്റ് വിത്തൗട്ട് പോട്ടായിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് നിക്കാഡിയ പ്ലാന്റ് ആണ്. നിക്കാഡിയ പ്ലാന്റ് പൂക്കൾ കൊണ്ട് മാത്രമല്ല ഇലകൾ കൊണ്ടും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ വൈവിധ്യമാർന്ന ഒരു നല്ല സിൽവർ ഷെയ്ഡിൽ ലീഫുകളോട് കൂടിയ പ്ലാന്റ് ആണ്. പൂക്കളില്ലെങ്കിൽ പോലും ഇതിൻ്റെ പ്ലാന്റ് കാണാനായിട്ട്, ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരുപാട് നനവൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് നിക്കാഡിയ പ്ലാന്റ്. ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. അടുത്തതായിട്ട് വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ചേഞ്ചിങ് റോസാണ്. 3 നിറങ്ങളായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. രാവിലെ വിടർന്നു വരുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയ്ഡിലും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്കും പിന്നെ ഒരു ഡാർക്ക് പിങ്കിലേക്കും മാറുന്നു. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് റിപ്സാലിസ് പ്ലാന്റ് ആണ്. റിപ്സാലിസിൻ്റെ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലുള്ള പ്ലാന്റ് ആണ്. പോട്ട് ഒഴിവാക്കിയ ശേഷം വിത്തൗട്ട് പോട്ടായിട്ടാണ് അയക്കുന്നത്. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് ജാക്കോബിനയുടെ യെല്ലോ ഫ്ലവർ വിരിയുന്ന ജാക്കോബിന യെല്ലോ പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വൈറ്റ് ബോട്ടിൽ ബ്രഷാണ്. മിനിയേച്ചർ ആയിരിക്കും കേട്ടത്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് ലില്ലിയാണ്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന, എല്ലാ കാലാവസ്ഥയിലും പൂക്കളുണ്ടാകുന്ന ഈ ഒരു ഗാർലിക് ലില്ലി പ്ലാന്റിൻ്റെ പ്രൈസ് 80 രൂപയാണ്. അടുത്തതായിട്ടൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. എങ്കിൽ കൂടിയിട്ടും ഒരു ഹാർഡി വെറൈറ്റിയാണ്. നമ്മുടെ പെട്രിയൊക്കെ പോലെ ഒരു ഹാർഡി പ്ലാന്റാണിത്. നല്ല കട്ടിയുള്ള തണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടി നിർത്തി പോട്ടിലും വളർത്താനായിട്ട് സാധിക്കും കേട്ടോ. കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താം. ഗ്ലോവൈൻ അതുപോലെ തന്നെ ബിഗ്നോണിയ എന്ന പേരിലൊക്കെ ഇതറിയപ്പെടുന്നു. അടുത്തതായിട്ട് ഒരു ഹാഫ് ഇൻഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് പീലിയ കഡിയേറി.
ഇതിന് 50 രൂപയാണ്. അലുമിനിയം പ്ലാന്റ് എന്ന പേരിലാണിത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് സ്റ്റാർ ജാസ്മിൻ ആണ് കേട്ടോ. നല്ല സുഗന്ധമാണ്. ഇതിൻ്റെ ആ ഒരു പരിസരത്ത് നിൽക്കുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു സുഗന്ധം ആസ്വദിക്കാനായിട്ട് സാധിക്കും. 120 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. കുറ്റിച്ചെടിയായിട്ടും ക്രീപ്പറായിട്ടും വളർത്താം. നെക്സ്റ്റ് വൺ പിച്ചകമാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട് പിച്ചകം പ്ലാന്റ്സ്. ആദ്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു, പിന്നെ കുറേ ആയിട്ട് ഇത് കിട്ടാറുണ്ടായിരുന്നില്ല. മദർ പ്ലാന്റ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. 60 രൂപയുടെ പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഹാഫ് ഇൻഡോർ ആയിട്ട് നമുക്ക് ജനൽ സൈഡിൽ സിറ്റ് ഔട്ടിലൊക്കെ വളർത്താം. അതുപോലെ തന്നെ ബോൺസായി ആക്കി എടുക്കാനും പറ്റും. ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ തണ്ട് ഉണ്ടാവുക. നല്ല ഗ്രീൻ ഷെയ്ഡിൽ പൊട്ടുപൊട്ടുകളായിട്ടുള്ള ലീഫുകൾ. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് മെലസ്ട്രോമയാണ്. പർപ്പിൾ പൂക്കൾ തന്നെയായിരിക്കും. ഇതിൻ്റെ ലീഫുകൾ വെരിഗേറ്റഡ് ആണ്. അടുത്തതായിട്ട് ജക്രാന്ത പ്ലാന്റ് ആണ്. ഇത് ശരിക്കും ഒരു ഫ്ലവറിങ് ട്രീ ആണ്. എന്നാൽ നമ്മളൊരു പോട്ടിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൈസിൽ തന്നെ ഒരു 3 അടിയൊക്കെ ഹൈറ്റിൽ നിന്നുകൊണ്ട് ഇതിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിന് നിലത്തൊക്കെ വളർത്തി ഒരു ഫ്ലവറിങ് ട്രീ ആയിട്ട് അങ്ങനെ വളർത്താനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ന്യൂസിലൊക്കെ കണ്ടിട്ട് അതുപോലെ യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടിട്ട് ജക്രാന്ത പ്ലാന്റ് എല്ലാവർക്കും പരിചിതമായിരിക്കും. അതുപോലെയാണ് ഈ ഒരു ജക്രാന്ത പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാകുന്നത്. 150 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് റെഡ് അബൂട്ട്ലോൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ബർഗണ്ടി ക്യൂനാണ്. റെഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല. വൈറ്റ് പോസ്റ്റ് കാണുമ്പോൾ എല്ലാവരും റെഡ് ആയിരിക്കും ചോദിക്കുന്നത്. റെഡ് സോൾഡ് ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ ബർഗണ്ടി ക്യൂവിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ്. അടുത്തതായിട്ട് മധുമാലതിയുടെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. നല്ല പൂക്കളൊക്കെ ആയി നിൽക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. ബുഷിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ്. ഇതുപോലെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ചട്ടിയിലും നിലത്തൊക്കെ വളർത്താം. അധികം ഹൈറ്റ് ഒന്നും വെച്ച് പോവില്ല. ഈ ഒരു സൈസിൽ നിന്നുകൊണ്ട് നിറഞ്ഞ പൂക്കളുണ്ടാവും. എല്ലാ സമയത്തും ഇതിൽ പൂക്കളായിരിക്കും. അടുത്തതായിട്ട് മജന്ത ജാക്കോബിന പ്ലാന്റ് ആണ്. ഇതിനെ ജസ്റ്റീഷ്യ കരീന എന്ന പേരിലൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ്. ഈ സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സുകളാണ്. അടുത്തായിട്ട് അവക്കാഡോയുടെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. ഫുള്ളോക്ക് വെറൈറ്റിയാണ്. എല്ലാ ക്ലൈമറ്റിലും നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് കായ്ക്കുന്നുണ്ട്. നല്ല തൂവെള്ള നിറത്തിൽ മുത്തുകൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വാട്ടർ ജാസ്മിൻ പ്ലാന്റ്സിൻ്റെ നല്ല ഹെൽത്തിയായ ഈ സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പ്ലാന്റിൽ തന്നെ മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഒരു പുതിയ വെറൈറ്റിയാണ്. റെഡ് സ്ട്രിം പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ലോലിപോപ്പ് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. അതിൻ്റെ റെഡ് ഷെയ്ഡ് വരുന്ന പൂക്കളാണ്. പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത്. വളരെ കുറഞ്ഞ എണ്ണം മാത്രമാണ് ഇപ്പോൾ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ യെല്ലോ ക്യൂൺ സ്ട്രിംബ് പ്ലാന്റ് ആണ്. നോർമലി നമ്മൾ കാണുന്ന ആ ഒരു ലോലിപോപ്പ് പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്നും ഇങ്ങനെ ഇതൊരു താഴേക്ക് തൂങ്ങിക്കിടന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്. അടുത്തതായിട്ട് വരുന്നത് ടെക്കോമ സ്റ്റാൻസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇത് നോർമലി നമ്മൾ കാണുന്ന ഡോഫ് വെറൈറ്റി അല്ല. ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ട്രീ ആയി മാറുന്ന പ്ലാന്റ് തന്നെയാണ്. 100 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ്. ഇതെല്ലാവരും കണ്ടിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഫയർ ക്രാക്കർ. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ബ്ലൂ ഇക്സോറ. ഇത് ബ്ലൂ കനകാംബരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു സ്ട്രബ് വെറൈറ്റി, അതായത് ഒരു കുറ്റിച്ചെടിയാണ്. അധികം ഹൈറ്റ് ഒന്നും വെച്ച് പോവില്ല. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ഓഫറിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ എല്ലാ ക്ലൈമറ്റിലും നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ചെറിയൊരു തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ വളരുന്ന പ്ലാന്റ്സുകളാണ്. അടുത്തതായിട്ട് റെഡ് പ്ലംബാഗോയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. പ്ലംബാഗോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു സ്ട്രബ് വെറൈറ്റി തന്നെയാണ്. പ്ലംബാഗോ വളർത്തുന്നത് വീടിന് ഐശ്വര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ 3 കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കവറോട് കൂടെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് പ്ലംബാഗോയാണ്. നമ്മൾ റെഡ് നേരത്തെ കണ്ടു. അതിൻ്റെ സെയിം രീതിയിൽ തന്നെ ഇതുപോലെ ചെറിയ പൂക്കളോട് കൂടിയ വൈറ്റ് പ്ലംബാഗോ. പ്ലംബാഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇത് കൊടുവേലി പ്ലാന്റ് ആണ് കേട്ടോ. നീലക്കൊടുവേലി ആയിരിക്കും നിങ്ങളൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. അടുത്തതായിട്ട് ഒലീവ് പ്ലാന്റ് ആണ്.
ഒലിവിൻ്റെ തീരെ ചെറിയ പ്ലാന്റ് അല്ല, 2 വർഷമൊക്കെ പ്രായമായി നിൽക്കുന്ന പ്ലാന്റാണ്. അത്യാവശ്യം മെച്ചുറായ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്. കട്ടിങ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 വർഷമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതിൽ ഫ്രൂട്ടായി തുടങ്ങുന്നുണ്ട്. 250 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ ബ്ലൂ പ്ലംബാഗോ, നീലക്കൊടുവേലി. നീലക്കൊടുവേലി ആയിരിക്കും നിങ്ങളൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. ഇതിപ്പോൾ നല്ല ഒരു ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഒരു വൈറ്റ് ഷെയ്ഡ് തോന്നുന്നത്. നല്ല ബ്ലൂ കളറിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പാണ്ഡൂരിയ പാണ്ഡൂരാന എന്ന ശാസ്ത്രനാമമുള്ള വോങ്ക വോങ്ക വൈനാണ്. ഇതിലിങ്ങനെ ഇതുപോലെ കൊലകൊലയായിട്ട് നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പറാണ്. ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. വർഷത്തിൽ 2 തവണയാണ് ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൽ പൂക്കളുണ്ടാകുന്നത്. അടുത്തതായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് ഗോൾഡൻ ഗൂസ്ബെറി ആണ് കേട്ടോ. ഇതൊരു ഫ്രൂട്ടാണ്. നന്നായിട്ട് നമുക്ക് നല്ല ഒരു ചെറിയ മധുരവും പുളിപ്പൊക്കെ ഉള്ള ഒരു ടേസ്റ്റോട് കൂടിയ ഈ ഒരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ഒരുപാട് മാറാരോഗങ്ങളെ പോലും പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഹൈബ്രിഡ് ടൈപ്പാണ് കേട്ടോ ഗോൾഡൻ ഗൂസ്ബെറിയുടെ. അടുത്തതായിട്ട് ഏഞ്ചൽ ട്രംപറ്റിൻ്റെ പിങ്ക് ഷെയ്ഡാണ്. 3 കളേഴ്സ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിങ്ക് ഷെയ്ഡിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയ്ഡിലായിരിക്കും. നെക്സ്റ്റ് ഡേ ആണിത് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു പ്ലാന്റാണ് ഓർക്കിഡ് റോസ്. 140 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കുലകുലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഈ ഒരു റോസിൻ്റെ പ്രത്യേകത, ഇതിൽ മുള്ളുകൾ ഉണ്ടാവില്ല. ഈ ഒരു പ്ലാന്റിൽ തീരെ മുള്ളുണ്ടാവില്ല. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതല്ലാതെ നമ്മൾ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ പ്ലാന്റ് അല്ല. കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ് വരുന്നത്. അടുത്തതായിട്ട് ത്രിസ്ലാഡിയ ക്രീപ്പർ എന്നറിയപ്പെടുന്ന യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ്. വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടോട് കൂടിയ പ്ലാന്റ് ആണെങ്കിൽ ഇതൊരു ഹാർഡി വെറൈറ്റിയാണ്. കുറച്ചൊക്കെ ഒരു കുറ്റിച്ചെടി പോലെ നിന്നിട്ട് പിന്നീടാണിത് പടർന്ന് പെട്ടെന്ന് ക്രീപ്പറായി പോകുന്നത്. കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് കൂടെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ന്യൂ വെറൈറ്റിയാണ്, സ്രബ് പ്ലാന്റ് ആണ്. നമ്മൾ ഒരിക്കൽ മാത്രമാണ് ഇതൊരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മെലിന ഫിലിപ്പനൻസിസ്. ഇതിനെ കോമൺ ആയിട്ട് പാരറ്റ്സ് ബീക്ക് എന്നും പറയുന്നുണ്ട്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മരമുല്ലയാണ്. മരമുല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് തന്നെയാണ്. മിനിയേച്ചർ ടൈപ്പ് അല്ല, വലിയ പ്ലാന്റ് ആകുന്ന ടൈപ്പ് തന്നെയാണ്. ഇതിനെ പോട്ടിലോ നിലത്തൊക്കെ നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കും. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. എല്ലാ സമയങ്ങളിലും തന്നെ ഇടവിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടെയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യൻ ഹവത്തോൺ ആണ്. ഇന്ത്യൻ ഹവത്തോൺ ഒരു ക്രീപ്പറാണ്. എന്നാൽ ഒരു ഹാർഡി വെറൈറ്റിയാണ്. നമ്മുടെ പെട്രിയൊക്കെ പോലെ ഒരുപാട് അങ്ങോട്ട് പടർന്ന് കയറി പോകുന്നതല്ല, ഒരു ഹാർഡി വെറൈറ്റിയാണ്. ഇതിൻ്റെ കട്ടിങ്സ് പിടിച്ച് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് അത്യാവശ്യം റേറ്റും വരുന്നത്. 350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് കാസിബൈ ഫ്ലോറ. കാസിബൈ ഫ്ലോറയുടെ ഡോഫ് വെറൈറ്റിയാണിത്. 130 രൂപയുടെ നല്ല ഹെൽത്തി ആയ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് പൂക്കളോട് കൂടിയ പ്ലാന്റ് ലഭിക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മൾബറിയാണ്. വലിയ ഫ്രൂട്ടല്ല, നോർമലി കാണുന്ന ചെറിയ ഫ്രൂട്ട് തന്നെയാണ്. പക്ഷേ ഹൈബ്രിഡ് ടൈപ്പാണ്. നിറഞ്ഞ് കായകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. അടുത്തതായിട്ട് സെനീഷ്യോ ക്രീപ്പറാണ്. സെനീഷ്യോ ക്രീപ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒരുപാട് പടർന്ന് കയറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പൂക്കളാകുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പറാണിത്. നിങ്ങൾക്കിതിനെ പോട്ടിലും നിലത്തും ഹാങ്ങിങ് പോട്ടിലും ഒക്കെ വളർത്താനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വരുന്നത് ഗോൾഡൻ സൈപ്രസ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുറ്റിച്ചെടി തന്നെയാണ് ഗോൾഡൻ സൈപ്രസ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ വെട്ടി നിർത്താനായിട്ടും സാധിക്കും. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയ ഈ ഒരു സൈസ് പ്ലാന്റ്സിന് വെറും 60 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. കവറോട് കൂടെ തന്നെയാണ് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് ട്രീ ആണ് കനേഡിയൻ കൊന്ന. എന്നാൽ കനേഡിയൻ കൊന്ന ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാറില്ല. അതുകൊണ്ട് നമുക്ക് പോട്ടിലും വേണമെങ്കിൽ വളർത്താനായിട്ട് സാധിക്കുന്നൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് എലിയോ കർപ്പസ് ആണ്. ജിമിക്കി കമൽ എന്ന പേരിലൊക്കെ ഇതിനെ കോമൺ ആയിട്ട് വിളിക്കാറുണ്ട്. ഈ സൈസിലുള്ളൊരു സ്രബ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും, പെട്ടെന്ന് പൂക്കളാവുകയും ചെയ്യും.
നെക്സ്റ്റ് വൺ വരുന്നത് ആർഗേറിയ പ്ലാന്റ് ആണ്. ആർഗേറിയ കുനേറ്റ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു അലമാണ്ടയുടെ ഒക്കെ പൂക്കളോട് സാമ്യം തോന്നുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിന് പിങ്ക് അലമാണ്ട എന്നും വിളിക്കാറുണ്ട്. ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. ഇത് സ്റ്റബ് വെറൈറ്റിയാണ്. എന്നാൽ ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്യുന്ന പോലെ അലമാണ്ടയൊക്കെ പോലെ ചെറിയൊരു ക്രീപ്പറായിട്ടും വളരാറുണ്ട്. നെക്സ്റ്റ് വൺ വെറോണിക്കയുടെ ബ്ലൂ പ്ലാന്റ് ആണ്. ബ്ലൂ കളറാണ്. ഇതിൻ്റെ പ്രൈസും 120 തന്നെയാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ടും വാങ്ങിക്കാവുന്നതാണ്. അല്പം തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് വെറോണിക്ക പ്ലാന്റ്. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ചാൽ മതിയാകും. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പെട്രിയാണ്. ബ്ലൂ പെട്രിയയുടെ നല്ല വെൽ റൂട്ടഡ് ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരിക. ചിലരൊക്കെ പറയും ഇതിൻ്റെ ആ ഒരു മുരുമുരുപ്പ്, ലീഫിൻ്റെ ആ ഒരു പരുക്കൻ കണ്ടിട്ട് സാൻഡ് വൈൻ എന്നാണല്ലോ പേര്, ഇത് ഉണങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ. ബ്ലാക്ക്ബെറി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫ്രൂട്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല. ഇതിൻ്റെ ലീഫ് കണ്ടിട്ട് ചിലരൊക്കെ ഇത് റോസാണ് അയച്ചു തന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാകുക. നിറച്ചും മുള്ളുണ്ടാകും. പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ട് വൈറ്റ് പെട്രിയാണ്. വൈറ്റ് പെട്രിയൻ്റെ ലീഫിനും ചെറിയൊരു പരിപരിപ്പ് കാണും. ബ്ലൂവിനാണ് നന്നായിട്ട് ആ ഒരു സാൻഡ് വൈൻ എന്നറിയപ്പെടുന്ന പോലെ ആ ലീഫുകൾക്ക് നല്ലൊരു പരിപരിപ്പ് തോന്നുന്നത്. വൈറ്റ് പെട്രിയയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കോഞ്ചിയാണ്. ഇതിനെ പിങ്ക് പെട്രിയ എന്നും വിളിക്കാറുണ്ട്. 6 മാസത്തോളം ഒരു പൂ ഉണ്ടായാൽ 6 മാസത്തോളം പൂക്കൾ കൊഴിയാതെ നിലനിൽക്കുന്നു. അടുത്തായിട്ട് ക്യാറ്റ്സ്ലോ ആണ്. ക്യാറ്റ്സ്ലോ നിങ്ങൾക്കറിയാം, പൂക്കൾ വർഷത്തിൽ 2 തവണയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു തിളക്കമുള്ള ലീഫുകളാണ് ഈ ക്യാറ്റ്സ്ലോ പ്ലാന്റിന് ഉണ്ടാവുന്നത്. പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നമ്മൾ പടർത്തി വിടുമ്പോൾ അള്ളി പിടിച്ച് കയറി പടരുന്നൊരു പ്ലാന്റാണിത്. അടുത്തായിട്ട് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ. വെരിഗേറ്റഡ് ലീഫായിരിക്കും. തമ്പർജിയ കോക്സീനിയയുടെ സെയിം ഫ്ലവറുകൾ തന്നെയാണ്. അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് റോസിഡോ പ്ലാന്റ് ആണ്. വൈറ്റ് റോസിഡോ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ലീഫുകൾ സെയിം ബാക്കി റോസിഡോ പ്ലാന്റ്സിൽ നിന്നും ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട്. ഒരു നാരോ ആയിട്ടുള്ള ലീഫുകളായിരിക്കും. അടുത്തായിട്ട് തമ്പർജിയ കോക്സീനിയാണ്. തമ്പർജിയ കോക്സീനിയ നമ്മളതിൻ്റെ വെരിഗേറ്റഡ് നേരത്തെ കണ്ടു. അതിൻ്റെ തന്നെ സെയിം ഫ്ലവർ ആയിരിക്കും. എല്ലാ സമയത്തും പൂക്കളുണ്ടാകും. കാലാവസ്ഥ പ്രശ്നമൊന്നും ഇതിന് ബാധകമല്ല. ചൂടിലും തണുപ്പിലും ഒക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തായിട്ട് ഹണീസക്കിളാണ്. 3 നിറങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത്. വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ്, പിന്നെ ഒരു ഓഫ് വൈറ്റ് ആകും, പിന്നെ ഒരു ഡാർക്ക് ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട്. നല്ല സുഗന്ധമുള്ള പൂക്കളുമായിരിക്കും ഈ ഹണീസക്കിൾ പ്ലാന്റിന് ഉണ്ടാവുന്നത്. അടുത്തായിട്ട് ബാംബു ഓർക്കിഡാണ്. നമുക്ക് കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ നോർമൽ പോട്ടി മിക്സിൽ ചാണകപ്പൊടി, മണ്ണ്, അല്പം ചകിരിച്ചോറും ചേർത്തൊരു പോട്ടി മിക്സിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണിത്. അടുത്തായിട്ട് ഗാർലിക് വൈൻ. ഗാർലിക് വൈൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ ആ പരിസരങ്ങളിലൊന്നും ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവാറില്ല. ഇതിൻ്റെ ലീഫിനും ആ ഒരു തണ്ടിനൊക്കെ ഒരു ഗാർലിക്കിൻ്റെ വെളുത്തുള്ളിയുടെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് യാതൊരു ഇഴജന്തുക്കളും അടുക്കാറില്ല എന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് വരുന്നത് ക്ലെറോഡൻഡ്രാണ്. ഇതിന് കോമൺ ആയിട്ട് ചെയിൻ ഓഫ് ഗ്ലോറി, അതുപോലെ വെള്ളക്കൊന്ന എന്ന പേരുകളിലെല്ലാം വിളിക്കാറുണ്ട്. ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രീപ്പറായിട്ട് തോന്നും. കുറ്റിച്ചെടിയാണ്. ചെറിയ പ്ലാന്റുകളിൽ തന്നെ പെട്ടെന്ന് പൂക്കളാണ്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അടുത്തായിട്ട് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ. ഇതിൻ്റെ പൂക്കളും മൊട്ടൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇക്സോറ പ്ലാന്റിൻ്റെ അതുപോലെ ഹൈഡ്രാഞ്ചിയയുടെ ഒക്കെ ഒരു പൂക്കൾ പോലെ നമുക്ക് തോന്നാറുണ്ട്. ഈ സൈസിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അബൂട്ട്ലോൺ. ടൈഗർ അബൂട്ട്ലോണാണിത്. ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിലുള്ള ഒരു പൂക്കളാണിതിൽ കാണപ്പെടുന്നത്. എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അബൂട്ട്ലോൺ പ്ലാന്റ്. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ജാക്കോബിന പ്ലാന്റ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിരുന്നൊരു പ്ലാന്റ് ആണ്. നമ്മൾക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണിപ്പോൾ. ഈ ജാക്കോബിന പ്ലാന്റിൻ്റെ 5 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. വൈറ്റ്, പിങ്ക്, യെല്ലോ, റെഡ്, അതുപോലെ തന്നെ മജന്ത. ഇത് കോംബോ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ് ആണ്. ഗോൾഡൻ ഗാർഡീനിയ 3 നിറങ്ങളിലാണ് പൂക്കളുണ്ടാകുന്നത്. ചിലരൊക്കെ ഇതിനെ കോമൺ ആയിട്ട് സൺഡേ മൺഡേ എന്നും വിളിക്കാറുണ്ട്.
വൈറ്റ്, ഓഫ് വൈറ്റ്, ഒരു യെല്ലോ ഷെയ്ഡ്, ഇങ്ങനെ 3 നിറങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. അടുത്തായിട്ട് ഗാർഡീനിയ പ്ലാന്റ്. നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും. ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റിൻ്റെ പൂക്കൾക്കും നല്ല സുഗന്ധമുള്ള പൂക്കൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് ഹൈബ്രിഡ് ഡ്വാഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റിയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, അതുപോലെ വെരിഗേറ്റഡും അവൈലബിൾ ആണ്. ഈ ഒരു ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് റെഡ് ബോട്ടിൽ ബ്രഷാണ്. ഇതുപോലെ നിറഞ്ഞ് ലീഫിൻ്റെ ഇടയിൽ കൂടെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ്. ഇതിൻ്റെ റെഡ് വെറൈറ്റിക്ക് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വയലറ്റ് ജാസ്മിനാണ്. വയലറ്റ് ജാസ്മിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസ് പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് ഫയർ സ്പൈക്ക്. ഇതുപോലെ റെഡ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ. ഇതിന് കോമൺ ആയിട്ട് മിക്കി മൗസ് എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 50 രൂപയാണ്. അടുത്തതായിട്ട് വരുന്നത് ചൈനീസ് ഹാറ്റാണ്. ചൈനീസ് ഹാറ്റിൻ്റെ ഒരു കളർ മാത്രമേ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലും നിറഞ്ഞ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകും. നമ്മൾ പോട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനെ വെട്ടി നിർത്തി വളർത്താനായിട്ടും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്, പാരിജാതം പ്ലാന്റ്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ഒറിജിനൽ പാരിജാതം ചോദിക്കാറുണ്ട്. ഇതാണ് ഒറിജിനൽ പാരിജാതം. ചിലരൊക്കെ ഗാർഡീനിയ പ്ലാന്റ്സിന് പാരിജാതം എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപ മാത്രമാണ്. അടുത്തായിട്ട് മ്യൂസിക്കൽ നോട്ട്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ മ്യൂസിക്കൽ നോട്ടിന് ഉണ്ടാകുന്നത്. മാത്രമല്ല ഒരു സ്രബ് വെറൈറ്റി, ഒരുപാട് ഹൈറ്റൊന്നും വെച്ച് പോവില്ല. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകും. ഒരു പൂ കൊഴിഞ്ഞ് ഒരു ലേശം കഴിയുമ്പോഴേക്കും അടുത്ത മൊട്ടുകൾ വന്ന് വീണ്ടും പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകും. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ജാസ്മിനാണ്. കൊലകുത്തി പൂക്കളുണ്ടാകുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് പിങ്ക് ജാസ്മിൻ. നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും. വർഷത്തിൽ 2 തവണയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. ഉണ്ടായി കഴിഞ്ഞാൽ കുറേ കാലം അത് നിലനിൽക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് കനകാംബരമാണ്. റെഡ് കനകാംബരത്തിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. 2 കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ അലമാണ്ടയുടെ യെല്ലോ കളറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഓറഞ്ച് കനകാംബരം. ഈ 2 കനകാംബരം വെറൈറ്റീസും ഹൈബ്രിഡ് ആണ് കേട്ടോ. ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല. ചെറിയ പ്ലാന്റ്സുകൾ തന്നെ പെട്ടെന്ന് പൂക്കളാവുന്നുണ്ട്. അടുത്തായിട്ട് മണിമുല്ല പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ എല്ലായിടത്തും മണിമുല്ല വസന്തമാണെന്ന് തന്നെ പറയാം. നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലതി പ്ലാന്റ് ആണ്. ഡ്വാഫ് വെറൈറ്റി അല്ല, കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. ഇതിൻ്റെ പൂക്കളും ലീഫുകളും നോർമൽ പ്ലാന്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അടുത്തതായിട്ട് ലിറ്റിൽ ജോൺ പ്ലാന്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. അതിൻ്റെ തന്നെ ഒരു ഡോഫ് വെറൈറ്റിയാണ്. എന്നാൽ ഇതുപോലെ തിങ്ങി നിറച്ച് പൂക്കളുണ്ടാകും. അധികം ഹൈറ്റ് വെച്ച് പോവുകയില്ല. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 300 രൂപയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ചൈന ഡോള്. ഒരു നിത്യഹരിത സസ്യം കൂടിയാണ് ചൈന ഡോള്. എല്ലാ ലീഫുകളും അടി മുതൽ മേൽഭാഗം വരെ ഫുള്ളായിട്ട് ഗ്രീനിഷ് ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോർബിയ പ്ലാന്റ് ആണ്. യൂഫോർബിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. ഇതൊരു ഡോഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. നെക്സ്റ്റ് വൺ ക്രോട്ടൺ പ്ലാന്റ് ആണ്. 3-4 നിറങ്ങളിലാണ് ഇതിൻ്റെ ലീഫ് കാണപ്പെടുന്നത്. ഫസ്റ്റ് ഒരു ഗ്രീനിഷ് ആയിരിക്കും, പിന്നീട് ഇത് റെഡ്, യെല്ലോ, മെറൂൺ ഇങ്ങനെ പല ഷെയ്ഡുകളിലേക്കും ഇതിൻ്റെ ലീഫുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അടുത്തായിട്ട് വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഡ്വാഫ് വെറൈറ്റി ആയിരിക്കും. ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല. ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പെട്ടെന്ന് പൂക്കളാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് 80 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ബെർലേറിയ റെപ്പൻസ് പ്ലാന്റ് ആണ്. ഇതിന് മുമ്പത്തെ ഒരു ഓഫർ വീഡിയോയിൽ ഇട്ടപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ്. നമ്മളെടുത്തത് സോൾഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപയാണ്. ഒരു കുറ്റിച്ചെടിയായിട്ട് നിന്ന് എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ട്രംപറ്റിൻ്റെ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റിൻ്റെ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചിലതൊക്കെ ലീഫ് ഡിഫറൻറ്റിൽ നമുക്കങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
അടുത്തതായിട്ട് പിങ്ക് ക്രീപ്പർ റോസാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് റെഡ് പോലെ തോന്നുന്നുണ്ടാവും. ഇത് പിങ്ക് കളറാണ് കേട്ടോ. തീരെ മിനിയേച്ചർ ടൈപ്പ് അല്ല, ഒരു മീഡിയം ടൈപ്പ്. അടുത്തതായിട്ട് വരുന്നത് ചൈനീസ് ഗൂവയാണ്. ചൈനീസ് ഗൂവ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഗൂവ പോലെ തന്നെ, പേരയ്ക്ക പോലെ തന്നെയാണ്. പക്ഷേ ചെറിയ ഫ്രൂട്ട്സ് ആയിരിക്കും, ചെറിയ പഴങ്ങളായിരിക്കും. ഇതിൻ്റെ ലീഫും അതുപോലെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ഒരു ഡോഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല. നിങ്ങൾക്ക് ടെറസ് ഗാർഡനിലൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടെയാണ്. തീരെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം മെച്ചുറായ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പെപ്പിനോ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത്. സീഡിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഒരുപാട് ജലാംശം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. അടുത്തതായിട്ട് കക്കാട മുല്ലയാണ്. ചെറിയ പ്ലാന്റ്സ് അല്ല, പൂക്കളൊക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് അലമാണ്ടയാണ്. റെഡ് അലമാണ്ട ഒരു കുറ്റിച്ചെടിയായി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഡോഫ് വെറൈറ്റിയാണ്, ഹൈബ്രിഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 140 രൂപയാണ്. പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടാണ് അയക്കുക. അടുത്തതായിട്ട് നല്ല സുഗന്ധമുള്ള പൂക്കൾ തരുന്ന സ്റ്റാർ ജാസ്മിൻ്റെ ഡബിൾ പെറ്റലാണ് കേട്ടോ. ഡബിൾ പെറ്റൽ സ്റ്റാർ ജാസ്മിൻ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 130 രൂപയാണ്. ഇതും ചെറിയ പ്ലാന്റ് ഒന്നല്ല, നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് ഇക്സോറ പ്ലാന്റ് ആണ്. ഓറഞ്ച് ഇക്സോറ നമ്മൾ ആദ്യമൊക്കെ കണ്ടിരുന്നൊരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, പൂക്കളൊക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റിന് 110 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് വൈറ്റ് കമേലിയയുടെ പൂക്കളോട് കൂടിയ പ്ലാന്റാണ് കേട്ടോ. പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന നല്ല കിഡിലൻ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1800 രൂപയാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള പ്ലാന്റ്സുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ നെയിം എഴുതി വെക്കുകയോ ചെയ്ത ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. വിളിക്കുന്നതിന് പകരമായിട്ട് കഴിവതും എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാന്റ്സുകൾ കിട്ടി അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് എന്തെങ്കിലും ഡാമേജ്, അതായത് പ്ലാന്റ് തീരെ റിക്കവറായി വരാത്ത രീതിയിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരികയോ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത തവണ എന്തെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കുന്ന കൂടെ ഇതിൻ്റെ ഡാമേജ് ആയ പ്ലാന്റ് അയച്ചു തരികയോ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതാണ്. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ ചിലർ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറയുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോം ഡെലിവറി ആയിട്ട് നൽകണം എന്നുള്ളത് റൂളാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഓഫീസിലേക്ക് വന്ന് കളക്ട് ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ വിളിച്ച് വിവരം അറിയിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഒരിക്കലും പോസ്റ്റ്മാന് കൈമണിയായിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലെ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.